സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, വേറെ ആരുടെയല്ല, വിനായകൻ്റെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാമർശം. അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ എടുക്കുമ്പോൾ കുറച്ച് പരിശീലനം വേണ്ടി വരും, അതിനുശേഷം മാത്രം പടമെടുത്താൽ മതി. അതേപോലെ തന്നെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു വിചാരമുണ്ട്, ഈ പൈസ എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടുന്നതാണ്, അങ്ങനെ വെറുതെ കളയാൻ വേണ്ടിയിട്ടല്ല സർക്കാരിൻ്റെ ഫണ്ട് എന്നുള്ളതൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അത് തെറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വന്നു. അപ്പോൾ അത് തെറ്റല്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വലിയൊരു സന്ദേശം തന്നെയാണ്, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടുന്നൊരു സന്ദേശം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ട് മുന്നിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്ന എല്ലാവർക്കും ഒരു സന്ദേശം തന്നെയാണ്. പക്ഷേ അയാൾ അവിടെ പറയാൻ ഉപയോഗിച്ച വാക്ക് അതെങ്ങനെ ഒരു സന്ദേശമാവുന്നത്? അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ എടുക്കുമ്പോൾ അത് 2-3 തവണ അയാൾ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു സിനിമയിൽ ഒരു സെക്സ് സീൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചാലയിലെ ഈ ചുമട്ട് തൊഴിലാളികളെല്ലാം കൂടി ഇടിച്ചങ്ങ് കയറിയെന്ന്. എവിടേക്ക്? അവൻ്റെ വീട്ടിലോട്ടൊന്നുമല്ല, സിനിമാ തിയേറ്ററിലേക്ക്. എന്നിട്ട് അവരുടെ ശ്വാസം മറ്റുള്ളവരുടെ മേലേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. ആ ഒരു ത്വരയാണ്, സിനിമ കാണാനായിട്ടുള്ള ത്വരയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പരാമർശം നടത്തി. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ ഒരു പ്രായത്തിനെ മാനിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തെ പറയുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള പോക്കരുതരം അല്ലെങ്കിൽ തന്തയില്ലായ്മ തന്നെയാണ്, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വിനായകൻ, നമുക്കറിയാം വിവാദം വേണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി എല്ലായിടത്തും കയറി തല വെക്കുന്ന ഒരു വിനായകൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, ഒരു ദളിത് യുവാവിൻ്റെ എല്ലാ ഈ പറയുന്ന പ്രിവിലേജും കീഴടക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രിവിലേജും എടുത്തുകൊണ്ട് വാ തുറന്നാൽ പോക്കൃത്തരവും തന്തയ്ക്ക് പുറക്കാഴിയെ മാത്രം പറയുന്ന വിനായകൻ ഈ സംഭവങ്ങൾക്ക് ശേഷം ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കിട്ടു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത് വലിയ തെറിയാണ്, എനിക്കത് പറയാൻ പറ്റില്ല, അതിലുള്ള തെറികൾ ഞാൻ ഒഴിവാക്കിയിട്ട് പറയാം. അടൂർ ഗോപാലകൃഷ്ണൻ, ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ്, കഴപ്പാണ് ഇവരുടെ തീറ്റ. സ്വന്തം മകൻ്റെ ഭാര്യ ജീൻസ് ഇട്ട് വന്ന്, അതിൽ വേറൊരു വാക്കുണ്ട് അത് ഞാൻ പറയുന്നില്ല, നിൽക്കുമ്പോൾ പൊങ്ങുന്നു എന്ന് വിളിച്ച് പറഞ്ഞ മരപ്പട്ടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ഈ പുണ്ടൻ. അതേ കഴപ്പനാണ് അടൂർ എന്ന പുണ്ടനും. അടൂരിൻ്റെ ലോക സിനിമ വെറും മയിരാണ്, പ്രേമം എന്ന് പറഞ്ഞ് കഴപ്പ് കാണിക്കുന്ന ലോകോത്തര മയിരാണ്. ചാലയിലെ ചുമട്ടുകാരൻ ജീവിതം കാണും, ഇവനൊക്കെ കുനിഞ്ഞിരുന്ന് സ്വന്തം കാണും, സ്വന്തം ഇവൻ്റെയൊക്കെ ലോകം, ഇവൻ്റെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തിന്നുന്നതും അറിയുന്നതും ഒക്കെ ഇതുകൊണ്ടാണ്. അടൂരെ നിനക്ക് വാലുണ്ടേലും ഇല്ലേലും വിനായകൻ മയിരാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിനായകൻ മാസ് ആവാൻ നോക്കിയതാണ്, പവർ ആവാൻ നോക്കിയതാണ്, എന്നിട്ട് ഒരു കുന്തം ആവാതെ പോയി എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിനായകൻ്റെ ഈ ഒരു പരാമർശത്തിൽ വിനായകൻ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഈ അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ ഇങ്ങനെ അവഹേളിക്കാനായിട്ട് ചെയ്ത പരിപാടിയാണെന്നാണ് വിനായകൻ പറയുന്നത്. പക്ഷേ അത് പറയാനായിട്ട് ഉപയോഗിച്ച രീതികൾ, അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അച്ഛനെ അമ്മയും വിളിക്കുന്ന വാക്കുകളാണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ യേശുദാസിനെ പറഞ്ഞതുകൊണ്ടോ അടൂർ ഗോപാലകൃഷ്ണനെ പറഞ്ഞുകൊണ്ടോ ഞാൻ പറയുന്നതല്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് പറയുമ്പോൾ അത് മറ്റുള്ളവർ കാണുമ്പോൾ അത് എന്ത് തരത്തിലുള്ള ഒരു അരോചകമാണ് അവിടെ ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ അതിനുശേഷം വിനായകൻ്റെ ഈ പരിപാടികൾ വിനായകൻ തുടർന്നുകൊണ്ടേയിരുന്നു. വിനായകൻ നമുക്കറിയാം ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ കൂടി എന്തെങ്കിലുമൊക്കെ റീച്ച് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുൻപ് വിനായകൻ ഉമ്മൻചാണ്ടി ചത്തു, അച്യുതാനന്ദൻ ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായപ്പോഴും അതിൽ കുറേ പേര് ഞാൻ കണ്ടൊരു കമൻറ്റാ, അതായത് ഈ വേടനെ പോലെയുള്ള കഞ്ചാവോളിക്ക് കൊടുത്ത സപ്പോർട്ട് വിനായകന് കിട്ടുന്നത് അറിയാവുന്നത് കൊണ്ട് ഇവൻ ഈ പരിപാടി കാണിക്കുന്നതാണെന്ന്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? ഈ വേടനെയും വിനായകനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഇവർക്കുള്ള ഒരു സംവരണം, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക്, നമ്മുടെ സമൂഹത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നൊരു സംവരണം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇവർ പറയുകയും ഇനി അതിൻ്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് വേണമെങ്കിൽ വിദൂരമല്ല, അത് നമുക്ക് അടുത്ത് തന്നെ കാണാം, ഈ വിനായകൻ്റെ ഈ പുറപ്പേട് കാരണം. അപ്പോൾ വിനായകൻ ഈ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ വേടൻ അങ്ങനെയുള്ള വ്യക്തിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഈ വിനായകൻ കാണിച്ചൊരു പരിപാടി ഇന്ന് നമ്മുടെ ഈ പറയുന്ന ന്യൂസ് 18 ഒരു വാർത്ത വരികയുണ്ടായി. അതായത് ഈ വിനായകൻ എന്ന് പറയുന്നവൻ ഇങ്ങനത്തെ പരിപാടികളാണ് കാണിക്കുന്നത്. അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തെറിയഭിഷേകം നടത്തുന്നു, ഒരു കൾച്ചർ ഇല്ലാത്തൊരു വ്യക്തിയാണ് വിനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്താ അവതാരിക വിനായകനെ പറ്റി പറയുന്നുണ്ട്. വിനായകൻ വെറും അശ്ലീലം, കൊടുക്കേണ്ടത് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വാർത്ത തുടങ്ങുന്നത്. ന്യൂസ് 18 വന്ന വാർത്തയാണ്. ഞാൻ അപ്പോൾ ആദ്യം ആ വാർത്ത പ്ലേ ചെയ്തിട്ട് ഇതിനെതിരെ വിനായകൻ എന്താണ് പറഞ്ഞതെന്നും ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പണ്ട് പച്ചത്തറി പറയുന്നവനും അത് എഴുതി വെക്കുന്നവനുമെല്ലാം നല്ല തല്ലാണ് കിട്ടുക. ഇന്ന് അതിനും കൈയടിക്കാൻ നിൽക്കുന്നവരാണ് കേരളത്തിൽ. ഇത് പറഞ്ഞുകൊണ്ട് വേണം വിനായകന്റെ അസഭ്യ പോസ്റ്റിനെ കുറിച്ച് പറയാൻ. സോഷ്യൽ മീഡിയ തെറി പറയാനുള്ള സ്ഥലമാണ്. വിനായകൻ എന്ന അശ്ലീലത്തിന് കൈയടിക്കുന്നവർ അതാണ് പറയുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അവർ നടത്തുന്ന സ്വത്വവാദത്തിന് അതിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മറ്റനേകം ജനങ്ങളുടെ സമൂഹത്തിന് ബാധ്യതയാണ് വിനായകൻ.
അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അധിക്ഷേപ പരാമർശത്തെ കണ്ണടച്ച് വിമർശിച്ചവർ പോലും അടൂരിനെയും യേശുദാസിനെയും പച്ചത്തെറി പറയുന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തലയിൽ കൈവയ്ക്കും. ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ വെള്ളത്തിലാക്കിയല്ലോ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കും. ഇതാണോ ഡിജിറ്റൽ ലോകത്തെ ഭാഷ? അത് ചോദിച്ചാലും കൈയടിക്കുന്ന അവതാരങ്ങൾക്ക് മറുപടിയുണ്ട്. അവർണ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ വിനായകൻ അയാൾക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു. അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നാണ് വാദം. പച്ച മനുഷ്യനാണ്, പച്ചത്തെറി പറയുമെന്ന് പറയുന്നവരോട് നല്ല നമസ്കാരം മാത്രം. സിനിമാ കോൺക്ലേവ് വേദിയിൽ പുഷ്പാവതി പോയി പാടത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം ഉയർത്തിയ വിപ്ലവത്തെ റദ്ദാക്കുക പോലും ചെയ്യുകയാണ് വിനായകന്റെ ഈ അശ്ലീലം. അത് തിരിച്ചറിയുന്നുണ്ടോ ഈ പുലഭ്യത്തിന് കൈയടിച്ചവർ? സൈബർ ഇടതുപക്ഷമെന്ന് ആഘോഷിക്കുന്നവർക്ക് ഇതാണോ ഇപ്പോൾ പുരോഗമന ഭാഷ? തല്ലും കുത്തും പാരവെപ്പും കേസുകളും കൊണ്ട് നടക്കുന്ന മലയാള സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ആ മേഖലയിൽ നിന്ന് വിനായകനെതിരെ പേടിച്ച് ഒരു വാക്ക് പോലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ കഥകളും ഇരവാദവും ഉയരുമെന്ന് അറിയുന്നവരാണ് സിനിമക്കാർ. പക്ഷേ സമൂഹം, പ്രത്യേകിച്ച് സൈബർ സമൂഹം ഇത് അപലപിച്ചേ മതിയാകും. ഒന്നുകിൽ മാനസിക രോഗിയായി കരുതി വിനായകന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന് നിയമ നടപടി ഉണ്ടാകണം. ദളിത് കുട്ടികൾക്കായി അപ്പോയിന്റ്മെന്റിന് വിളിച്ച ദളിത് ആക്ടിവിസ്റ്റുകളോട് ഒരിക്കൽ ലൈംഗിക ചുവയിൽ മോശമായി സംസാരിച്ച വിനായകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയുമല്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ നല്ല അടി കിട്ടുന്ന വാക്കുകൾ പറയുന്നത് ഒരു കലാകാരനെ വില കൂട്ടുന്നുമില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനമല്ല ഈ അസഭ്യം. വിനായകന്റെ പോസ്റ്റിന് കൈയടിച്ചവരിൽ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന പല പേരുകളും കണ്ടു. ഈ വൃത്തികേടിന് കൈയടിച്ച് സ്വയം നാണം കെടരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സൈബർ അണികൾ. കണ്ടില്ലേ, ന്യൂസ് 18ലും അതേപോലെ തന്നെ ഈ അവതാരികയ്ക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇതൊക്കെയാണ് തുറന്ന് പറയേണ്ടത്. പലരും എന്ത് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനെ ഇനി ഇത് വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിൽ വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ കാര്യങ്ങളെപ്പറ്റി ശക്തമായിട്ട് എതിർക്കുകയാണ് ഈ മാധ്യമ പ്രവർത്തകയും അതേപോലെ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലും. ഈ വിനായകൻ കാണിക്കുന്ന തന്തയ്ക്ക് പറക്കാഴിയെ അംഗീകരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനുവേണ്ടിയാണോ ഈ പറയുന്ന ദളിത് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഘോര പ്രസംഗം നടത്തുന്നതും സമരം നടത്തുന്നതും? ഈ വിനായകൻ എന്ന് പറയുന്ന ഈ തന്തയ്ക്ക് പറക്കാത്തവൻ കാണിച്ച ഒരൊറ്റ പ്രവൃത്തി കാരണം ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും മിക്കവാറും ഇത് കാറ്റിൽ പറന്നു പോകും, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വിനായകൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ കാണിച്ച് ഇന്ന് കാണിക്കുന്നതുമെല്ലാം അത്രയ്ക്ക് പിറപ്പുകേടാണ്. വിനായകനോട് എനിക്കൊരു ചോദ്യം. വിനായകൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഈ ഒരു അവതാരിക പറഞ്ഞപ്പോൾ വിനായകൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഒരു 4 മണിക്കൂറായിട്ട് വന്നിട്ട്, ഇവൾക്കും ഇവളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഇവളുടെ മേലധികാരികൾക്കും നാളെ 12 മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകും. വിനായക, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നത് വിനായകൻ കാണുന്നുണ്ടെങ്കിൽ വിനായകൻ അറിയാൻ വേണ്ടി, ഇനി ഇത് വിനായകൻ്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വിനായകൻ ഒന്ന് അയച്ചു കൊടുക്കുക. നിനക്ക് ഒറ്റ തന്തയ്ക്ക് പിറന്നാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കേ. ഈ 12 മണിക്ക് മുമ്പ് നീ ചെയ്യാൻ നീ ആരടാ വിനായക? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് തന്തയില്ലായ്മ വിളിച്ചു പറയാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? നിനക്ക് പ്രതികരിക്കാം, നല്ല രീതിയിൽ നിനക്ക് പ്രതികരിക്കാം, അതിലൊരു തെറ്റും ആരും പറയുന്നില്ല. പക്ഷേ അവിടെ നിന്റെ സംസ്കാരമല്ല നീ ഉപയോഗിക്കേണ്ടത്. നിന്റെ സംസ്കാരത്തിനേക്കാൾ മറ്റുള്ള ആളുകൾ എങ്ങനെയത്, നിന്റെ സംസ്കാരം എന്തുമായിക്കോട്ടെ അത് നിന്റെ ഉള്ളിൽ വെക്കുക. നിനക്ക് പറയാനുള്ള കാര്യം നിനക്കത് ലൈവിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിനക്കല്ലാതെ പറയാം. നിനക്ക് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ എല്ലാം നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലേ എല്ലാത്തിലും ആധിപത്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളുകൾ പോലും നിങ്ങൾക്കെതിരെ സംസാരിക്കും. അത് വിനായകൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ തന്തയ്ക്ക് പറക്കാഴിയ കാരണം ഒരു സമുദായത്തിൽപ്പെട്ട എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിരിക്കാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ വിനായകന് ശരിക്കും പറയാൻ ഭ്രാന്ത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഒരു നിലപാടിലൊരു ഉറപ്പില്ല. കാരണം വിനായകനൊരു ഉറപ്പില്ല. അത് നിലപാടായിക്കോട്ടെ, സ്വഭാവമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഏതൊക്കെ രീതി വേണമെങ്കിലും എടുക്കാം. വിനായകൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഇടുന്ന പോസ്റ്റ് നീ അവിടെ തന്നെ ഇടറാ. നീ എന്തിനാ ഈ മുക്കിക്കളയുന്നത്? ഇപ്പോൾ ഈ 2 പോസ്റ്റ് ഉണ്ട്. ഇന്നലെ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് വിനായകൻ മുക്കി. എനിക്ക് തോന്നുന്നു വല്ല കഞ്ചാവ് MDMA ഒക്കെ കുത്തി കയറ്റിയിട്ട് ആ ഒരു മൂഡിലിരുന്ന് ഇടുന്നതായിരിക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഇതെടുത്ത് ചീത്ത വിളിക്കുന്നത് കാണുമ്പോൾ വിനായകൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് നൈസായിട്ട് പോകും. ഇങ്ങനെയാണോ വിനായക നിൻ്റെ ആണത്വം എന്ന് പറയുന്നത്? ഇങ്ങനെ പേടിത്തൂറിയാണല്ലോ വിനായക നീ? എന്നിട്ടാണ് നീ വലിയ രീതിയിലുള്ള എന്താ പറയുക, വലിയ ഒരു പ്രസ്താവനയായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിൽ വിനായകൻ ഇതൊക്കെ ഒരു കോപ്പുമില്ല, വിനായകൻ പ്രതികരിക്കുക തന്നെ ചെയ്യുന്നത്. ഇതെന്ത് പ്രതികാരമാടാ വിനായക? അല്ലെങ്കിൽ എന്ത് പ്രതികരണമാടാ വിനായക? വിനായകൻ്റെ വേറൊരു പോസ്റ്റാണ്, ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായി ഇല്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യം നോട്ടം നോക്കിയ ആളല്ലേ അടൂർ? വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ? ജുബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ? ദളിതർക്കും സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ 1.5 കോടി രൂപ കൊടുത്താൽ അതിൽ നിന്ന് കട്ടെടുക്കുമെന്ന് അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്ന അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും.
വിനായകൻ്റെ ഈ ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സഭ്യമായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ വിനായകന് പറയാം. പക്ഷേ അതിന് പകരം വിനായകൻ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അങ്ങ് പച്ചയ്ക്ക് തുറന്ന് പറയുകയാണ്. ഇത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ, വിനായകൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാനും പറയുന്നില്ല, പക്ഷേ വിനായകൻ പറയാൻ ഉപയോഗിച്ച രീതിയാണ് തെറ്റ്. ആ രീതി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വിനായകൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ മാത്രമല്ല, ആ വിനായകൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ പിന്നോക്കം നിൽക്കുന്ന പറയപ്പെടുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു വിനായകൻ്റെ തന്തയ്ക്ക് പുറക്കാഴ്ച കാരണം അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിനായകന് ഭയങ്കര ആണത്തമാണ്, ഉറപ്പാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുമെന്ന് വിനായകൻ പറയുന്നുണ്ടെങ്കിൽ നീ ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ നീ പ്രതികരിക്കുക. അങ്ങനെ ചെയ്ത് കളയുമെന്നാണെങ്കിൽ വിനായകൻ പറഞ്ഞ എന്താണ് നമുക്ക് കണ്ടിരിക്കാം. ഈ 12 മണിക്ക് മുമ്പ് വിനായകൻ എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ വിനായകനെയൊക്കെ ഒന്നും ചെയ്യാതെ വിട്ട് കളയുന്ന നിയമ സംവിധാന വ്യവസ്ഥയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് എൻ്റെ ഫോൺ എടുത്തോണ്ട് പോയാൽ ആരാണെന്ന് എനിക്ക് അറിയണം, പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ അടിച്ചതാരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് കിടന്നൊക്കെ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ വിനായകനെ ഒന്നും ചെയ്യാതെ എന്തേ വിട്ട് കളഞ്ഞത്? അടിച്ച് നട്ടലിന് താഴെ ഓടിച്ചിട്ടേക്കത്തില്ലായിരുന്നു ഇവനെ, കയ്യും കാലും ഓടിച്ചിടണമായിരുന്നു. പിന്നെ ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവൻ എന്നുള്ളൊരു പരിഗണനയും വേണ്ട, ഒരാൾ സംസാരിക്കാൻ വരില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഇതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇവന് കമൻറ്റ് ഇട്ടിരിക്കുന്ന മിക്ക ആളുകളും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് അവഹേളിക്കുന്നതല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് ഏറ്റെടുത്തുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്ന തന്തയില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെയും അത് നെഗറ്റീവ്ലി ബാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ വിനായകൻ ഇവിടെ നടത്തിയിരിക്കുന്ന പരാമർശം, ഈ വിനായകന് ധൈര്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ആണത്തമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇടുന്ന പോസ്റ്റുകളിലൊന്നും ഒരു വ്യക്തതയോ അല്ലെങ്കിൽ നിലപാടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും വിനായകൻ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അങ്ങ് മുക്കിക്കളയുന്നത്. നൈസായിട്ട് അങ്ങ് മുക്കും, പക്ഷേ അത് എത്തേണ്ടടുത്തെല്ലാം എത്തും. ഇതെടുത്തിട്ട് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് വിനായകൻ എന്തോ വലിയ മറ്റതാണെന്ന് ഇവന് തോന്നുന്നത്. ഇവനെ ഒന്നടക്കം അങ്ങ് തഴഞ്ഞു കളഞ്ഞേക്കുക. സിനിമകളൊന്നും കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും വിനായകൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജയിലർ സിനിമയ്ക്ക് ശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞു, ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് വിനായകൻ ഈ രീതിയിലെ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. ഇതിനി കറങ്ങി തിരിഞ്ഞ് നമുക്കറിയാമല്ലോ ഇത് എവിടേക്കാണ് പോകാൻ പോകുന്നതെന്നുള്ളത്. ഇതിപ്പോൾ വിനായകൻ ഈ പരിപാടി കാണിക്കും. ഇനി ഇതിൽ കൂടുതലും കമൻറ്റ് വരാൻ പോകുന്നത് ഞാൻ ചില കമൻറ്റുകൾ ഞാൻ കണ്ടു. ഇതിലെല്ലാം വരുന്ന കുത്തിയുള്ള സംസാരം വേടനെതിരെയാണ്. ഈ വേടന് കൊടുത്ത പ്രിവിലേജ് അല്ലെ കഞ്ചാവോളിക്ക് കൊടുത്ത പ്രിവിലേജ് അത് വിനായകനും യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും കമൻറ്റ് ഇടുന്നത്. എന്തായാലും അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വിനായകൻ കാണിക്കുന്ന ഈ തന്തയ്ക്ക് പുറക്കാഴ്ചയ്ക്ക് എന്തായാലും ഒരു ശമനം വരണം. അതിന് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തുനിന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.